നമസ്കാരം എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഞാൻ ഇന്ന് കുറച്ച് ലേറ്റാണ് റിലേഷൻഷിപ്പ് റെക്കോർഡ് ചെയ്യാൻ. കുഴപ്പമില്ല, എന്നാലും നിങ്ങൾക്ക് ടൈമിന് കിട്ടും. ഇന്ന് ജസ്റ്റ് എടുക്കാൻ പോകുന്നത് നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു സൈൻ, അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഒരു ഇഷ്ടം, അവർക്ക് ആത്മാർത്ഥതയുണ്ട് എന്ന രീതിയിലൊക്കെ നിങ്ങൾക്കൊരു പറയില്ലേ, ഒരു സൂചന നമ്മൾ കാത്തിരിക്കുന്നത്, നമുക്കൊരു സൂചനയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്ന് ചിലപ്പോൾ നമ്മൾ വിചാരിക്കില്ലേ. പേഴ്സൺ ചിലപ്പോൾ തുറന്നു പറയില്ല. സോ അപ്പം ഒരു സൂചനയായിട്ട് യൂണിവേഴ്സിൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് എന്താ കിട്ടുന്നത് നോക്കാം നമുക്ക്. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന സൂചന എന്താണെന്ന് നോക്കാം നമുക്ക്. നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എന്നിട്ട് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് ശരിക്കും ആത്മാർത്ഥമായ സ്നേഹമുണ്ടോ, നിങ്ങൾ തമ്മിലുള്ള ബന്ധം യൂണിവേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്ന രീതിയിൽ നമുക്ക് നോക്കാം. സൂചന, നിങ്ങൾ കാത്തിരിക്കുന്ന സൂചന. ഐ ലൈക്ക് യു എന്ന് പറയുന്നുണ്ട്. സോഡ് ആൻഡ് റോസ്, എൻഗേജ്മെന്റ് റിംഗ്. വാവ്, ബ്യൂട്ടിഫുൾ. ഒരു 5 കാർഡ് എടുത്തേക്കാം. ലവ്, ഓ മൈ ഗോഡ്. ഓക്കെ, മൈ ഗുഡ്നസ്. ഓക്കെ ഓക്കെ, ഇവിടെ ഐ തിങ്ക് നിങ്ങൾ തമ്മിൽ ഒരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ തന്നെയാണ് ഇതിന് കാരണക്കാരൻ. സോറി ഞാൻ സംസാരിക്കുമ്പോൾ അങ്ങനെ ആയിപ്പോകുന്നതാണേ. കാരണക്കാരൻ അല്ലെങ്കിൽ കാരണക്കാരി, വോട്ടെവർ. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ തന്നെയാണ് ഇത് സിറ്റുവേഷൻ മോശമാവാനുള്ള റീസൺ. ഓക്കെ, അവർ എന്തെങ്കിലും നമ്മൾ പറയില്ലേ, അവനവൻ്റെ കാലിൽ എന്താ പറയുക, ഇത് ചെയ്യാന്ന് പറഞ്ഞ മട്ടാണ്. അവർ തന്നെ ഈ സിറ്റുവേഷൻ കേടുവരുത്തിയിട്ടുണ്ടായിന്. എന്ത് കാര്യമാവാം, ബട്ട് നമുക്ക് സിറ്റുവേഷൻ ഒന്നും കിട്ടിയിട്ടില്ല. സോ അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ നോക്കണ്ട. ഓക്കെ, നമ്മൾ യൂണിവേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സൈനാണ് നമ്മൾ ചോദിക്കുന്നത്. യെസ്, നിങ്ങൾ തമ്മിൽ ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാം, പക്ഷേ ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് സൈൻ, ഇപ്പം ഈ റീഡിങ് നിങ്ങൾക്കൊരു സൈനായിട്ട് എടുക്കാം. ഓക്കെ, ഇവിടെ ഐ ലൈക്ക് യു ഉണ്ട്, ലവ് ഉണ്ട്, ഓക്കെ, എൻഗേജ്മെൻറ്റ് റിംഗ് ഉണ്ട്, ആൻഡ് ഹെൽത്തി ചോയ്സസ് എന്ന് പറഞ്ഞാൽ ഇതിനൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് യൂണിവേഴ്സ് പറയുന്നതാണെന്ന് എടുത്തോളൂ, അല്ലെങ്കിൽ പേഴ്സൻ്റെ ഭാഗത്ത് നിങ്ങൾ കേൾക്കും ആയിരിക്കും, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ റീഡിങ് അവർ പറഞ്ഞില്ലെങ്കിലും അവരുടെ മനസ്സിലുള്ള ഒരു കാര്യം യൂണിവേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തരാണെന്ന് നിങ്ങൾക്കൊരു സൂചനയായിട്ട് എടുക്കാം. ഐ ലൈക്ക് യു എന്ന് പറയുന്നുണ്ട്, ഒരു ഇഷ്ടമുണ്ട് എന്നുള്ള കാര്യം അവർ സമ്മതിക്കുന്നുണ്ട്. ലവ് ഉണ്ട്, ഓക്കെ, നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ, ഓക്കെ, അൺകണ്ടീഷണൽ ലവ് ഉണ്ട്. അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ശരിക്കും ഡീപ്പായിട്ടുള്ള കണക്ഷൻ, ഒരു ഫീലിംഗ് നിങ്ങളോടുണ്ട് തീർച്ചയായിട്ടും, ഒരു സ്നേഹം എന്ന് പറഞ്ഞ് അവരുടെ മനസ്സിലുണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെയാണ്. ഓക്കെ, ആൻഡ് എൻഗേജ്മെൻറ്റ് റിംഗ് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇവിടെ നിങ്ങൾക്ക് ഒരു മാരേജ് പോസിബിലിറ്റി ഉണ്ട്. എല്ലാവർക്കും അല്ല, പോസിബിൾ ആയ ആൾക്കാർക്ക്, സിംഗിളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു മാരേജ് ഓഫറുമായിട്ട് പേഴ്സൺ വരാനുള്ള സാധ്യതയാണ്. നിങ്ങൾക്ക് ഒരു അറ്റ്ലീസ്റ്റ് ഒരു കമ്മിറ്റ്മെൻറ്റ് പ്രതീക്ഷിക്കാം പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന്. എൻഗേജ്മെൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു മാരേജ് ആയിട്ടോ ഇല്ലെങ്കിലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് കമ്മിറ്റഡ് ആണ് എന്നുള്ളൊരു സൂചന കൂടിയാണ് നമുക്കിവിടെ യൂണിവേഴ്സ് തരുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചൂസ് ചെയ്യുന്നുണ്ട് എന്ന് മാത്രമല്ല, അവർ ജീവിതത്തിൽ തന്നെ ഓരോ കാര്യങ്ങളും അവർ നല്ലത് ചൂസ് ചെയ്യാൻ തുടങ്ങുകയാണ് ഇപ്പോൾ. ഓക്കെ, അതായത് ഇതിനു മുമ്പ് അവരെന്തെങ്കിലുമൊക്കെ തെറ്റുകളൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് തെറ്റുകൾ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ ലൈഫിൽ കറക്റ്റായിട്ട് എന്താണ് ശരിക്കും റിയൽ സ്നേഹം എന്ന രീതിയിലൊക്കെ മനസ്സിലാക്കാത്ത രീതിയിൽ അവരൊന്നും പെരുമാറിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലൈഫിൽ നല്ല നല്ല കാര്യങ്ങൾ, കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ അവർ ചൂസ് ചെയ്യാൻ തുടങ്ങുന്നത്, നിങ്ങളെ വേദനിപ്പിക്കാത്തത്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ നല്ല കാര്യങ്ങൾ ആൻഡ് ഇവിടെ പോലെ തന്നെ സെൽഫ് ലവ്, സെൽഫ് കെയർ എല്ലാം ഉണ്ട്, ബീങ് ഹാപ്പിയർ എല്ലാം ഉണ്ട്. ഇത് നിങ്ങളുടെ ഭാഗത്തും ആയിരിക്കാം, നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തും ആയിരിക്കാം. അവർ കുറച്ചുകൂടി ഇപ്പം എല്ലാ കാര്യങ്ങളും ഒന്ന് ശ്രദ്ധയോടെ ചെയ്യാൻ തുടങ്ങുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. അതിൽ എല്ലാത്തിലുമാണ് എനിക്ക് കാണുന്നത്. നിങ്ങളെക്കുറിച്ച് മാത്രമല്ല, ഐ തിങ്ക് ഓവറോൾ അവരുടെ ലൈഫിൽ അവരെല്ലാം ഒരു, നമ്മൾ പറയില്ലേ, കുറച്ചൊക്കെ ഒരു ദൈവത്തിന് പേടി വരിക, അങ്ങനെയൊക്കെ ആയിരിക്കാം. ഓക്കെ, സോ അവർ തീരുമാനിച്ചിട്ടുണ്ട് ദാറ്റ് ഇനി ഞാൻ എൻ്റെ കാര്യം നോക്കുന്നു, എൻ്റെ കാര്യത്തിൽ നല്ലത് ചെയ്യാൻ ശ്രമിക്കട്ടെ എന്ന രീതിയിലൊക്കെ. ഓക്കെ, ഞാനിവിടെ സോഡ് ആൻഡ് റോസ് ആണ്. സോ ക്ലാരിറ്റി, ട്രൂത്ത്, റെവല്യൂഷൻ. ഓക്കെ, നിങ്ങൾക്ക് ഈ സത്യങ്ങൾ, ഓക്കെ, നിങ്ങളുടെ മുമ്പിൽ ചില സത്യങ്ങൾ വരും എന്നാണ്. ആൻഡ് അത് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇവിടെ പേഴ്സൻ്റെ മനസ്സിൽ ഈ ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങൾ, മേ ബി അവർ നിങ്ങളോട് തുറന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ അതായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് സത്യങ്ങൾ മനസ്സിലാവും എന്ന് പറഞ്ഞാൽ സോഡ് ആൻഡ് റോസ് ഉണ്ട് ഇവിടെ. സോ ഒരു സത്യത്തിൻ്റെ കാര്യമാണ്, പക്ഷെ ആ സത്യം നിങ്ങളെ വേദനിപ്പിക്കുന്നതല്ല, ഒരു നല്ല ഒരു ഫീലിംഗ് ആണ് എനിക്ക് വരുന്നത്. ഓക്കെ, മേ ബി ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് ഇതിനു മുമ്പ് നിങ്ങളെ ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിന് മേ ബി നിങ്ങൾക്കൊരു ക്ലാരിറ്റി ആയിട്ട് പേഴ്സൺ നിങ്ങളോട് കുറച്ചുകൂടി സ്നേഹത്തോടെ പെരുമാറും എന്നുകൂടിയാവാം. അവരവരുടെ മനസ്സിലുള്ള സത്യം ചിലപ്പോൾ നിങ്ങളോട് തുറന്നു പറയും, അതായത് ഫീലിങ്സ് തുറന്ന് എക്സ്പ്രസ് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഈ ഡെക്ക് കൂടി എടുക്കാം. വേറെ എന്തൊക്കെയാണ് സൂചനയായിട്ട് യൂണിവേഴ്സ് തരുന്നത്? സ്പ്രിംഗ് ടൈം. ഓക്കെ, ടൈമിംഗ് കാർഡ് കിട്ടിയിട്ടുണ്ട് നമുക്ക്. തോട്ട്സ്. ആക്ച്വലി
ഇവിടെ സോഡ്സ് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ വന്നതാണ് ചിന്തകളിൽ, അവരുടെ ചിന്തകളിൽ നിങ്ങളുണ്ട്. ആൻഡ് ആക്ച്വലി ആ ചിന്തകൾ അവർ തുറന്ന് പറയും എന്നുകൂടിയാണ് എനിക്ക് ഫീൽ ചെയ്ത്. ഓക്കെ, ഇവിടെ തോട്ട്സ് ട്രാപ്ഡ് പറയുന്നുണ്ട്, കുഴപ്പമില്ല, ദാറ്റ്സ് ഫൈൻ. ഓക്കെ, ടെംപ്ടേഷൻ, past suffering, and one more, until death tears us apart. Okay, very good. Fears, illusions, that's fine. Stability. ഇവിടെ higher self, family, fate, very good. വളരെ നല്ല കാർഡ്സ്. ജുപ്പിറ്റർ, ആക്ഷൻ, വെരി ഗുഡ്. ഓക്കെ, അഗെയിൻ ചെയ്ത് നോക്കൂ, 2 കാർഡ് നമുക്ക് ലാസ്റ്റ് വന്ന് വളരെ സെയിം കാർഡ്സാണ് വന്നിരിക്കുന്നത്. ക്ലാരിറ്റി, ട്രൂത്ത്, റെവലേഷൻ, ട്രൂത്ത്, കാര്യങ്ങളുടെ സീയിങ് ദ ട്രൂത്ത്. ഓക്കെ, സോ യെസ്, നിങ്ങൾക്ക് ഒരു സത്യങ്ങൾ ചിലത് തിരിച്ചറിയാൻ പോകുന്നുണ്ട്. എക്സ്പ്രഷനാണ്. സോ എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ മനസ്സിൽ ഉള്ള ചിന്തകൾ അവർ തുറന്ന് പറയുന്നതാണ്. കമ്മ്യൂണിക്കേഷനാണ് എനിക്ക് കാണുന്നത്. മെയിനായിട്ട് കമ്മ്യൂണിക്കേഷൻ നിങ്ങളോട് തുറന്ന് പറയുന്നതായിട്ടാണ് കാണുന്നത്. കുറച്ചും കൂടി നീക്കാം. ഇവിടെ ഒന്ന് നിങ്ങൾക്ക് ടൈമിംഗ് കാണിക്കുന്നുണ്ട്, സ്പ്രിങ് എന്നുള്ളത്. സ്പ്രിങ് എന്ന് പറയുമ്പോൾ അറൗണ്ട് മാർച്ച് ഏപ്രിലാണ്. സോ മാർച്ച് ഏപ്രിലിൻ്റെ സമയമാകുമ്പോഴേക്കും, അല്ലെങ്കിൽ ലാസ്റ്റ് മാർച്ച് ഏപ്രിലിൽ നിങ്ങൾ എന്തെങ്കിലും നിങ്ങളെ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം വന്നതായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്പ്രിങ് ടൈമിൽ, ഈ മാർച്ച് ഏപ്രിൽ ടൈമിൽ എന്തെങ്കിലും നടന്നു കാണാം. ഓക്കെ, സോ എന്തോ നിങ്ങൾക്ക് ഒരു ടൈമിങ്ങിൻ്റെ കാർഡ്, അല്ലെങ്കിൽ ഇതെനിക്ക് കൂടുതലും ഫീൽ ചെയ്യുന്നത് നിങ്ങൾ തമ്മിലുള്ള ഒരു റീയൂണിയൻ അല്ലെങ്കിൽ കാര്യങ്ങൾ ബെറ്റർ ആവുന്ന രീതി. ഐ തിങ്ക് ഇത് കുറച്ച് മുമ്പ് വന്നിരുന്നു. സോ സ്പ്രിങ് വീണ്ടും വരുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു സ്പ്രിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ പൂക്കൾ വരിക, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ചെടി പൂക്കുന്നതായിട്ടൊക്കെ അല്ലേ നമ്മൾ പറയാം. സോ അവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു കുറച്ചുകൂടി ഒരു മനോഹരമായ ഒരു പീരീഡ് വരുന്നു എന്ന രീതിക്ക് നമുക്ക് എടുക്കാം. ഇവിടെ തോട്ട്സ്, ഫീലിംഗ് ട്രാപ്ഡ് ഉണ്ട്. നിങ്ങളുടെ പേഴ്സൺ കുറേ ഓവർ തിങ്കിങ് ചെയ്യാണ്. ഓക്കെ, അവരുടെ മനസ്സിൽ ഫീലിങ്സ് ഉണ്ട്, പക്ഷെ അവർക്ക് തുറന്ന് പറയാൻ സാധിക്കാത്തത് എന്താണെന്ന് വെച്ചാൽ അവർ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ സിറ്റുവേഷനെ കുറിച്ച്. അതായത് ഞാൻ തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താവും, അല്ലെങ്കിൽ ഈ സിറ്റുവേഷൻ എന്താവും, കുറച്ച് പേടികളുണ്ട് അവരുടെ മനസ്സിൽ. ഓക്കെ, ഫിയേഴ്സ് ഉണ്ട്, വറീസ് ഉണ്ട്. ഓക്കെ, അവർക്ക് ഈ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ ഇല്ലേ, സിറ്റുവേഷൻ വീട്ടിൽ പറഞ്ഞാൽ എന്താവും, അല്ലെങ്കിൽ ഫാമിലി പറഞ്ഞാൽ എന്താവും, അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ ഒന്നിക്കും, അല്ലെങ്കിൽ എന്താണ് ഇതിന് മുന്നോട്ട്, അങ്ങനെ കുറേ അവർ ഓവർ തിങ്കിങ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതൊക്കെയാണ് അവർ തടസ്സങ്ങൾ വരുന്നത്. ഓക്കെ, ടെംപ്ടേഷൻ ഉണ്ട്, സെൽഫ് ഡിസെപ്ഷൻ, മേക്ക് വൈസ് ചോയ്സസ് എന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ, എനിവേ നമ്മളിവിടെ കണ്ടു ഹെൽത്തി ചോയ്സസ് എന്ന് പറഞ്ഞു, ഇവിടെ വൈസ് ചോയ്സ് എടുക്കുന്ന കാര്യം പറയുന്നുണ്ട്. സോ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ അവരെ നിങ്ങളിൽ നിന്ന് അകറ്റുന്ന, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ എന്തെങ്കിലും വേറെ കാര്യങ്ങൾ, എന്തിലാണോ അവർ ടെൻഷൻ, തെറ്റായ കാര്യങ്ങളിലേക്ക് എവിടെയാണോ അവരുടെ അറ്റൻഷൻ പോയത്, അതിൽ നിന്നൊക്കെ മാറിയിട്ട് അവർ നല്ല ചോയ്സസ് ഇപ്പോൾ ചെയ്യാൻ തുടങ്ങുന്നുണ്ട് എന്നാണ്. ആൻഡ് ഇവിടെ പാസ്റ്റ് സഫറിങ് കാണുന്നുണ്ട്. സോ നിങ്ങളുടെ തന്നെ പാസ്റ്റ്, അതായത് നിങ്ങൾ റിലേഷൻഷിപ്പിൽ വന്ന സമയത്ത് ഞാൻ പറഞ്ഞു നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം ചിലപ്പോൾ ഇവിടെ എന്തെങ്കിലും നിങ്ങൾ തമ്മിലിടയിൽ ഒരു പ്രോബ്ലം വരാൻ തേർഡ് പാർട്ടിയുടെ ഒരു ഫീലിംഗ് ഉണ്ട് കുറച്ച് പേർക്ക്. എനിക്ക് എല്ലാവർക്കും അല്ല, തേർഡ് പാർട്ടിയുടെ ഒരു ഇൻഡിക്കേഷൻ ഉണ്ട് ഇവിടെ. സോ തേർഡ് പാർട്ടി ആണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ അവർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫാമിലി പറയുന്നത് കേട്ടു, സംതിങ് എനിത്തിങ് ആയിക്കോട്ടെ. ഓക്കെ, അങ്ങനെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇപ്പം നിങ്ങളുടെ ഇടയിൽ ഒരു ബ്ലോക്കേജ് ആയിട്ട് കിടക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ തമ്മിൽ നമ്മൾ പറയില്ലേ മുൻപ് ഹേർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഹേർട്ടായ കാര്യം നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഒരിക്കൽ ഹേർട്ടായി കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ ഭാഗത്താണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും കിടക്കും. ഓക്കെ, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഓർത്തോർത്ത് എപ്പോഴും ഒരു പേടി വരും. മാത്രമല്ല ഇനിയും അങ്ങനെ സംഭവിക്കുമോ എന്നുള്ളൊരു പേടി കൂടി നമുക്ക് കയറി വരും അല്ലേ. സോ ഐ തിങ്ക് ആ ഒരു പാസ്റ്റാണ് നിങ്ങളുടെ ഇടയിൽ ഇപ്പോൾ പ്രോബ്ലം ആയിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ പേഴ്സൺ മാറാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ എന്താണ് നിങ്ങൾക്ക് ആ പാസ്റ്റിലെ അനുഭവം അത് നിങ്ങളെ ഒന്ന് നമ്മളൊന്ന് ഒരു ടെൻഷൻ ഉണ്ടാവും എപ്പോഴും ഉള്ളിൽ, അങ്ങനെയാണ് കാണുന്നത്. ഓക്കെ, സോ പാസ്റ്റിൽ അവർ നിങ്ങളെ ചീറ്റ് ചെയ്ത് കാണാം, അല്ലെങ്കിൽ വേദനിപ്പിച്ച് കാണാം, വിഷമിപ്പിച്ച് കാണാം, എന്തുമാവാം. ഒരു ആ ഒരു എനർജി അതിൽ നിന്ന് നിങ്ങൾ എനിവേ പുറത്തു വരാൻ ശ്രമിക്കുക. എനിക്ക് ഇപ്പം എന്താണ് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ആൻഡ് ഇവിടെ എനിവേ ഇവിടെ അൺടിൽ ദറ്റ് ടേഴ്സ് ഇസ് അപ്പാർട്ട് എന്നുണ്ട്. എന്ന് വെച്ചാൽ ഇത് ശനിയുടെയാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ തമ്മിൽ അപ്പോൾ ഒരു ഫേറ്റഡ് കണക്ഷൻ ആണ്, ഒരു കാർമിക്കാണ്. കാർമിക് എന്ന് പറയുമ്പോൾ സോറി ഞാനിത് മോശമായിട്ടല്ല പറയുന്നത്, നിങ്ങൾ തമ്മിൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ എന്ന രീതിക്ക് എടുക്കാം. നിങ്ങൾ ഇതിൽ നിന്ന് ലെസൺസ് പഠിക്കാനുണ്ട്. ഓക്കെ, നിങ്ങളും തന്നെ നിങ്ങളുടെ പേഴ്സണും തന്നെ നിങ്ങൾ ഈ ബന്ധത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് പാഠങ്ങൾ പഠിക്കാനുണ്ട് പരസ്പരം. പക്ഷെ അത് നല്ലതാണ്. ആക്ച്വലി 2 കാർഡ് നമുക്കിവിടെ ഇത് വന്നിട്ടുണ്ട്. ഇതും നമ്മൾ കാർമിക്, അതായത് പാസ്റ്റ് ലൈഫിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇവിടെയും വിധി, ഫെയ്റ്റ് എന്ന് പറയുന്നുണ്ട്. സോ നിങ്ങൾ ഒന്നിച്ചിട്ടുള്ളത് ഇപ്പോൾ ഈ ജന്മത്തിൽ ഇപ്പോൾ നിങ്ങൾ ഒന്നായിട്ട് വന്നിട്ടുള്ളത് ശരിക്കും അതൊരു എന്താ പറയുക റിട്ടേൺ ആണെന്ന് പറയില്ലേ, എഴുതപ്പെട്ടതാണ്. ഓക്കെ,
വിധിച്ചിട്ടുള്ളതാണ്. സോ വിധിയാണ് നിങ്ങളെ ഒന്നിപ്പിച്ചത് എന്നാണ് ഇവിടെ കാണുന്നത്. സോ അതൊരു ഫേറ്റഡ് കണക്ഷൻ തന്നെയാണ്, പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്. സോൾമേറ്റ് ആവാം, അല്ലെങ്കിൽ എന്ത് കാർമിക്കല്ല, സോൾമേറ്റ് പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് ആണ് ഇവിടെ എനിക്ക് കാണുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു ഹയർ ആക്ടിവേഷൻ നടക്കുന്നുണ്ട്, ഹയർ സെൽഫ് ആക്ടിവേഷൻ നടക്കുന്നുണ്ട്. അതായത് അവേക്കനിങ് നടക്കുന്നുണ്ട്. നിങ്ങളുടെ ഓൾറെഡി ആയിട്ടുണ്ടാവാം, ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ കൂടി കുറച്ചുകൂടി റിയലൈസേഷൻസ് വരികയാണ്. നിങ്ങൾ തമ്മിൽ എന്താണ്, ഈ കണക്ഷൻ എന്താണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സണും മനസ്സിലാക്കുന്ന ഒരു സമയമാണിപ്പോൾ. ഓക്കെ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാകുന്നു, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ എവിടെയോ യൂണിവേഴ്സ് അവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്, അവരെ തന്നെ മാറ്റുന്നുണ്ട്, ചേഞ്ച് ആക്കുന്നുണ്ട്, ആൻഡ് അവർക്ക് റിയലൈസ് ചെയ്യുന്നുണ്ട് ദാറ്റ് എന്താണ് ശരിക്കുള്ള ആത്മാർത്ഥമായ സ്നേഹം, ആരാണ് എന്താണെന്നൊക്കെ അവർ തിരിച്ചറിയുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ ഫാമിലി ഫൗണ്ടേഷൻ, യെസ്, അവർക്ക് നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഫാമിലി പോലെ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ആക്ച്വലി എൻഗേജ്മെൻറ്റ് റിംഗും നമുക്ക് ഉണ്ടായിരുന്നു. സോ കുറച്ച് പേർക്ക് ഇവിടെ മാരേജ് പോസിബിലിറ്റി വളരെ ഹൈ ആണ്. പ്രത്യേകിച്ച് നിങ്ങൾ സിംഗിൾസ് ആണെങ്കിൽ യെസ്, വളരെ ഹൈ പോസിബിലിറ്റി ആണ്. അല്ലാത്തവർക്ക് ഒരു ചെറിയ ചാൻസ് ഉണ്ട് എന്ന് പറയാം. നിങ്ങൾക്കും കുറച്ച് ചാൻസ് ഉണ്ട്. ഇല്ലാത്തവർ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഫാമിലി പോലെ നമ്മൾ ഒന്നിച്ചൊരു പറയില്ലേ, എപ്പോഴും നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ ഒരു ഫാമിലി പോലെ ഫീൽ ചെയ്യാന്ന് പറയില്ലേ, ആ ഒരു ഫീലിംഗ് തീർച്ചയായിട്ടും ഉണ്ട് നിങ്ങൾ തമ്മിൽ. ഓക്കെ, സെലിബ്രേഷൻ മാരേജ് ഒക്കെ കാണുന്നുണ്ട് ഇവിടെ. ആൻഡ് ഞാൻ പറഞ്ഞു, നിങ്ങളെ ഒന്നിപ്പിച്ചത് വിധി തന്നെയാണ്, ഫെയ്റ്റ് തന്നെയാണ്. ആൻഡ് നിങ്ങൾ തമ്മിൽ അങ്ങനെ അകലാൻ പോകുന്നില്ല. ഓക്കെ, ഡെപ്റ്റ് ടേഴ്സ് ഇസ് അപ്പാർട്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളെ എന്താ പറയുക, നിങ്ങൾ തമ്മിൽ എഴുതപ്പെട്ട ഒരു കോൺട്രാക്റ്റ് ഉണ്ട്. ഓക്കെ, ആ കോൺട്രാക്ട് തീർന്നിട്ടില്ല. ഓക്കെ, സോ ആ കോൺട്രാക്ട് കാരണമാണ് നിങ്ങൾ ഈ ജന്മത്തെ ഒന്നിച്ചത് തന്നെ എന്നാണ് അർത്ഥം. ഓക്കെ, ആൻഡ് ഇവിടെ ആക്ഷൻ കാണുന്നുണ്ട്. ജൂപ്പിറ്റർ ആക്ഷൻ ഉണ്ട്, എക്സ്പാൻഷൻ, ഗ്രോത്ത്, പെർസ്യൂയിങ് പാഷൻസ്, അഡ്വഞ്ചർ, ന്യൂ ഓപ്പർച്യൂണിറ്റീസ്, ഓക്കെ എല്ലാം ഉണ്ട്. ഇനി എവിടെയും ഫോർച്യൂൺ ഉണ്ടെങ്കിൽ ഇവിടെയും ഫോർച്യൂൺ ഉണ്ട്. സോ എവിടെയും നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ വരാൻ പോകുന്നു. ഈ റിലേഷൻഷിപ്പിൽ നമ്മൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബെറ്റർ ആവാൻ പോകുന്നു, നിങ്ങൾ ഒന്നിച്ചൊരു നല്ലൊരു ഫ്യൂച്ചർ വരാൻ പോകുന്നു എന്നൊക്കെയാണ്. ആൻഡ് ഇവിടെ ജൂപ്പിറ്റർ ആക്ഷൻ പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആക്ഷൻ എടുക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അവർ നിങ്ങളെ ചൂസ് ചെയ്യും, നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരാൻ പറ്റുന്നവർ കമ്മിറ്റ്മെൻറ്റ് തരും, ഇല്ലാത്തവർ അറ്റ്ലീസ്റ്റ് നിങ്ങളോട് ചേർന്ന് നിൽക്കാൻ തീർച്ചയായിട്ടും ശ്രമിക്കും. ഓക്കെ, സോ സൂചനകൾ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് യൂണിവേഴ്സിൻ്റെ ഭാഗത്ത് ഇത് നിങ്ങൾക്ക് ഈ റീഡിങ് നിങ്ങൾക്ക് സൂചനയായിട്ട് എടുക്കാം. ഓക്കെ, സോ യെസ്, പ്രശ്നങ്ങൾ ഉണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഓക്കെ, പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ നിങ്ങൾ എത്രത്തോളം പോസിറ്റീവ് ആവുന്നു, നിങ്ങൾ എത്രത്തോളം ആ ഒരു പോസിറ്റീവ് മൈൻഡോടെ നിങ്ങൾ നിൽക്കുന്നു, അതുപോലെ നിങ്ങളും ചില ലെസൺസ് പഠിക്കാനുണ്ടാവും. ഞാൻ പറഞ്ഞു, ഓക്കെ, നിങ്ങളും പഠിക്കാനുണ്ട്, നിങ്ങൾ സെൽഫ് വാല്യൂ പഠിക്കാനുണ്ടാവും, നിങ്ങളുടെ വർത്ത് നിങ്ങൾ പഠിക്കാനുണ്ടാവും. അതായത് പേഴ്സൺ നിങ്ങളെ ചൂസ് ചെയ്യാതെ മാറിയൊക്കെ നിന്നു, വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു എന്ന് കണ്ടാൽ അവിടെ നിങ്ങൾ നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് ചൂസ് ചെയ്യണം. ഓക്കെ, അവിടെ ചേസ് ചെയ്ത് പോവാതിരിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങളും പഠിക്കാനുണ്ട്. ഓക്കെ, സോ സെൽഫ് ലവിലേക്ക് നിങ്ങളും വരിക. എനിവേ, ഇവിടെ എന്തായാലും വളരെ പോസിറ്റീവായിട്ട് നമുക്ക് സൈൻ യൂണിവേഴ്സ് തന്നിട്ടുണ്ട്. നിങ്ങളോട് ഒരു പ്രതീക്ഷ വെക്കാൻ പറയുന്നുണ്ട്, ഒരു ഹോപ്പ് ഉണ്ട് എന്ന് വെച്ച് അഗെയിൻ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, എല്ലാ കഴിഞ്ഞ റീഡിങ്ങിലും ഞാൻ റിപ്പീറ്റ് ചെയ്യും. നിങ്ങൾ എന്ന് വെച്ച് വെയിറ്റ് ചെയ്ത് കളയാനുള്ളതല്ല. ഓക്കെ, നിങ്ങളെ തന്നെ സ്നേഹിക്കണം, നിങ്ങളെ കെയർ ചെയ്യണം. അപ്പോഴേ ഈ പേഴ്സൺ വരുള്ളൂ. ആ പോയിന്റ് നിങ്ങൾ ഓർമ്മ വയ്ക്കൂ. ഓക്കെ, നിങ്ങളെ തന്നെ എത്രത്തോളം വാല്യൂ ചെയ്യുന്നു, അപ്പോഴേ ആ പേഴ്സൺ നിങ്ങളെ വാല്യൂ ചെയ്യുള്ളൂ. ഓക്കെ, അതാദ്യം മനസ്സിലാക്കാം. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.